ഹലോ. എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നിൽക്കുന്ന പലരും അവരുടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ നേരത്ത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ജോലി ഉപേക്ഷിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ആകെ കുടുങ്ങി എന്നുള്ളത്. ഇതിലും ഭേദം ജോലിയായിരുന്നു. ബിസിനസ് തുടങ്ങിയപ്പോൾ ജോലിനേക്കാൾ കൂടുതൽ തലവേദന ബിസിനസ്സിലായി. ഇതിലും ബെറ്റർ അവിടെയായിരുന്നപ്പോൾ മാസം അവസാനം നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളത് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പഴയതിനേക്കാളും തലവേദനയായി എന്നുള്ളൊരു ഫീൽ ഒരുപാട് പേര് വന്ന് പെടുന്ന ഒരു ട്രാപ്പാണിത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളതും എങ്ങനെ അത് പരിഹരിക്കണമെന്നുള്ളതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഈ പലരും വന്ന് പെടുന്ന ഒരു ട്രാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലിയിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ആ ജോലിയിലുള്ള ടെക്നിക്കൽ സ്കില്ലും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് ഡിഫറെൻറ്റ് സ്കില്ലാണ്. നിങ്ങൾ ജോലിയിൽ ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ച് അത് അങ്ങനെ തന്നെ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ നേരത്ത് അത് വിജയിച്ചോളണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് ബിസിനസ് സ്കില്ലില്ല. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഓർഡറുകളൊക്കെ വരാൻ നേരത്ത് ഇവരുടെ ടൈം കംപ്ലീറ്റ് ആ ബിസിനസ് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകും. ടൈം മാത്രമല്ല, ഇവരുടെ എനർജിയും ആകെ ഡ്രെയിൻ ആവും, ആരോഗ്യം പോകും, മൊത്തത്തിൽ ടെൻഷനും കാര്യങ്ങളും എല്ലാം വന്ന് അത് പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താറാണ് സാധാരണ പതിവ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയുടെ പ്രശ്നമാണ്. അതായത് നമ്മളൊരു എംപ്ലോയി മൈൻഡ് സെറ്റുമായിട്ടാണ് ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നമാണ് ശരിക്കും. നിങ്ങളിപ്പോൾ എംപ്ലോയി അല്ല, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ആൻട്രപ്രണറായിട്ട് മാറി, ഒരു ബിസിനസ് ഓണറായിട്ട് മാറി, ഒരു സംരംഭകനായിട്ട് മാറി. അപ്പോൾ ആ സംരംഭകൻ ചിന്തിക്കുന്ന പോലെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർഡറുകളും സെയിലുകളും എല്ലാം വരാൻ നേരത്ത് അധിക സമയവും ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംപ്ലോയി സ്റ്റേജിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്ന ആളുകൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ചിന്ത മൊത്തം കോസ്റ്റ് ബേസ്ഡ് തിങ്കിങ് ആണ്. എല്ലാത്തിനെയും ഒരു കോസ്റ്റായിട്ട് കാണും. കാരണം കയ്യിൽ നിന്ന് കാശ് ഇറക്കണ എന്തൊക്കെ ഇത് വരുന്നോ അതിനൊക്കെ അവരൊരു കോസ്റ്റായിട്ട് കാണും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് തിങ്കിങ് ഇവർക്ക് ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ വരികയാണ്, എല്ലാം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമറെ മാർക്കറ്റിങ്ങും കസ്റ്റമറെ കണ്ടെത്തുന്നതും പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് കംപ്ലീറ്റ് ടൈമും നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ടൈം കംപ്ലീറ്റ് അതിൽ ഡ്രെയിൻ ആയി പോകും, നിങ്ങളുടെ എനർജിയും ഡ്രെയിൻ ആവും, നിങ്ങൾക്ക് ചിന്തിക്കാനോ ഒന്നിനും സമയം കിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ടീം മെമ്പറെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടൈം ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അവിടെ ഈ ഒരു തിങ്കിങ് വരാൻ നേരത്ത് തന്നെ നിങ്ങൾ കോസ്റ്റ് ബേസ്ഡ് തിങ്കിങ്ങിലേക്ക് നിങ്ങൾ മാറും. കാരണം സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ചിലവായിട്ട് മാറില്ല. അവർക്ക് സാലറി കൊടുക്കണം, ബിസിനസ്സിന് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് എങ്ങനെ സാലറി കൊടുക്കും, ഇതേപോലുള്ള ഒരുപാട് തിങ്കിങ് വരും. ഇത് ആ എംപ്ലോയ്മെൻറ്റ് ആ കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ ആ എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിൽക്കണതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോഴും നിങ്ങളൊരു ബിസിനസ് ഓണർ ചിന്തിക്കണ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ടൈം ഫ്രീ ആക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യില്ല. അതിന് പകരം ആ ബിസിനസ് വളർത്താനായിട്ട് നോക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് വളർത്തല്ല, നിങ്ങളുടെ ടൈം ആദ്യം ഫ്രീ ആക്കുക. ആളുകളെ ഹയർ ചെയ്യേണ്ടത് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ടൈം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങൾ ഹയറിങ് ചെയ്യേണ്ടത്. ടൈം ഫ്രീ ആയതിന് ശേഷം മാത്രമാണ് ബിസിനസ് വളർത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം ഈ ടൈം ഫ്രീ ആക്കാതെ നിങ്ങൾ ബിസിനസ് വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിലവിലുള്ളതിൻ്റെ 2 ഇരട്ടി തലവേദനയോ. വളർത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് വളർത്തണമെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ 2 ഇരട്ടി പണി പിന്നെ എടുക്കണം. കൂടുതൽ തലവേദന വിളിച്ചു വരുത്തണ പോലെയാണ് അത്. നമ്മൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ സമയം ഫ്രീ ആക്കുക, ആ സംരംഭകൻ്റെ സമയം ഫ്രീ ആക്കുക. വെറുതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങളെങ്ങനെ കുറച്ച് നേരം നിങ്ങളുടെ ടൈം ഫ്രീ ആക്കി വെറുതെ ഇരിക്കുക, ഒരു പണി എടുക്കാതെ അങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ള ഈ തിങ്കിങ്ങാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഹാർഡ് വർക്ക് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ കോട്ടുകളൊക്കെയാണ് നിങ്ങൾ ആ എംപ്ലോയി ആയിരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ളത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്കില്ലാണ്. ടൈം കംപ്ലീറ്റ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ബിസിനസ് വളർത്തുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം, നിങ്ങൾ ടൈം ഫ്രീ ആക്കാതെ ഈ ബിസിനസ് വളർത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? ഒന്നാമതായിട്ടുള്ള മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബിസിനസ്സിനെ നിങ്ങളായിട്ട് തന്നെ കൊല്ലും. അതായത് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ആവാൻ നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ദേഷ്യം കൂടി വരും. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് ഇതേപോലെ ദേഷ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ പണ്ട് ജോലിയിൽ നിന്ന് ക്വിറ്റായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ അതിൻ്റെ 2 ഇരട്ടി ദേഷ്യം നിങ്ങൾക്കായി.
അപ്പോൾ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ പുറത്താക്കാൻ തോന്നും, അവരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനായിട്ട് തോന്നും. നിങ്ങൾ രണ്ട് വേറെ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അവരത് കണ്ടു നിൽക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള ഇത് വരും. ഇത് സ്കില്ലില്ലാത്ത, ലീഡർഷിപ്പ് സ്കില്ലില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഒരു സംരംഭകൻ്റെ മൈൻഡ് സെറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണിത്. ഇപ്പോഴും നിങ്ങൾ ഒരു ബിസിനസ് ഓണറാണ്, എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ബിസിനസ് ഓണറാണ്. പിന്നെ വരുന്നൊരു പ്രശ്നമാണ്, ഈ ബിസിനസ് വളരുന്നതിന് പകരമായിട്ട് ഇത് ഡൈയിങ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആകെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഇത് എന്താ പറയുക, വളരുന്നതിന് പകരം ഡൈയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ വരും. പിന്നെ വരുന്നതാണ്, നിങ്ങളിത് എങ്ങനെയെങ്കിലും ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് മനസ്സിലാക്കി വേറെ ആർക്കെങ്കിലുമൊക്കെ വിറ്റിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകും. എന്തായാലും നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്താണ് ഉദ്ദേശിച്ചത്, ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവണം. ഒരു എംപ്ലോയി ആയിരുന്നപ്പോൾ ഉള്ള ടെക്നിക്കൽ സ്കില്ലല്ല നിങ്ങളെ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത്. ഒരു ടീച്ചറായിരിക്കാം, ടീച്ചിങ്ങിനുള്ള സ്കില്ലുണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ ബിസിനസ് അവർക്ക് റൺ ചെയ്യാനുള്ള സ്കില്ലില്ല. കേക്ക് ബേക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ കേക്ക് ബിസിനസ് റൺ ചെയ്യാനുള്ള ബിസിനസ് സ്കില്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്ലംബിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം അറിയാം, എല്ലാ മെറ്റീരിയലും കാര്യങ്ങളും അറിയാം, എവിടെ തിരിക്കണം, എവിടെ പശ തേക്കണം, അതെല്ലാം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരു പ്ലംബിങ് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അതിന് ബിസിനസ്സിൻ്റേതായിട്ടുള്ള ലീഡർഷിപ്പ് സ്കില്ല് വേണം, മാർക്കറ്റിങ്ങിൻ്റെ സ്കില്ല് വേണം, സെയിൽസിലെ സ്കില്ല് വേണം. ഇത്തരത്തിൽ ആ സ്കില്ല് നിങ്ങൾ അതിനൊന്നും വലിയ മുഖവിലക്ക് എടുക്കില്ല തുടക്ക സമയത്ത്. ഇതിലേക്ക് ചാടി ഈ വക പ്രശ്നങ്ങളിലൊക്കെ എത്താൻ നേരത്താണ് എനിക്കിനി കുറച്ചും വേറെ കുറേയൊക്കെ കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്, ഈ ടെക്നിക്കൽ സംഗതി മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് അവിടെ വെച്ച് മനസ്സിലാവും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി നോക്കാൻ പോണത്. എങ്ങനെ നമ്മളെ ടൈം ഫ്രീ ആക്കാം. ഒരു സംരംഭകനെ പോലെ ചിന്തിക്കാനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്, ബിസിനസ്സിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. കാരണം ഇതിലെങ്ങനെ ഇൻകം കൊണ്ടുവരാം, എങ്ങനെ ഇത് വളർത്താം, അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഗോളുകൾ എങ്ങനെ ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യാം, ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം. കംപ്ലീറ്റ് ആക്ടിവിറ്റി നിങ്ങളെടുത്ത് എല്ലാം നിങ്ങളുടെ തോളയിൽ എടുത്ത് വെച്ച് ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ നടക്കാൻ നേരത്ത് ഈ ചിന്ത നിങ്ങളുടെ തലയിലേക്ക് വരില്ല. ചിന്തിക്കാനുള്ള സമയം കിട്ടണില്ലല്ലോ. അപ്പോൾ ടൈം എങ്ങനെ ഫ്രീ ആക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈം ഫ്രീ ആക്കാനുള്ള ആദ്യത്തെ പരിപാടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ആണ്. മറ്റേ ഓഡിറ്റിംഗ് അല്ല, സമയത്തിന് ഓഡിറ്റ് ചെയ്യണം. നിങ്ങളുടെ സമയം എവിടെയൊക്കെയാണ് നഷ്ടമാകുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഏത് മേഖലയിലാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് കസ്റ്റമർ ഹാൻഡിലിങ് അത്ര പറ്റിയിട്ടുള്ള പരിപാടിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൊസിഷനിൽ നിന്ന് മാറണം. കസ്റ്റമർ ഹാൻഡിൽ ചെയ്യണ ആ സെക്ഷനിൽ നിന്ന് നിങ്ങൾ മാറണം. ഇതിപ്പോൾ ഓൺലൈനിലെ കേസാണെങ്കിൽ കസ്റ്റമർ കംപ്ലയിൻറ്റ് ഹാൻഡിൽ ചെയ്യണ ഒരാളായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കണമെങ്കിൽ ആ സെക്ഷനിൽ നിന്ന് നിങ്ങൾ മാറണം. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ പൊസിഷന് കൊള്ളാവുന്ന അല്ല എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കസ്റ്റമർ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല അത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി അതിന് പറ്റിയ ഒരാൾ ആ പൊസിഷനിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ്റെ മൈൻഡ് സെറ്റുള്ള ഒരാൾ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഇതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ എംപ്ലോയി ആയിട്ട് നിൽക്കുമ്പോഴെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഓഡിറ്റ് ചെയ്യുക, കൃത്യമായിട്ട് ഇത് ഓഡിറ്റ് ചെയ്തിട്ട് എവിടെയാണ് എൻ്റെ ടൈം പോകണമെന്ന് നോക്കിയിട്ട് ഓഡിറ്റിംഗ് ആണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെക്ഷനിലേക്ക് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറാണ്. നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന അത് എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്ഫറിങ് ആണ് രണ്ടാമത് ചെയ്യേണ്ടത്. പറ്റിയൊരാളെ കണ്ടെത്തി ആ പൊസിഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഹാൻഡിലിംഗ് ആണെങ്കിൽ ഹാൻഡിലിംഗ് അവർക്ക് കൊടുക്കുക. ഡെലിവറിയുമായി ബന്ധപ്പെട്ട മേഖല നിങ്ങൾക്ക് പറ്റണ പരിപാടി അല്ലെങ്കിൽ അത് അവർക്ക് കൊടുക്കുക. സെല്ലിങ് നിങ്ങൾക്ക് വലിയ വശമില്ലെങ്കിൽ അത് വേറൊരാളെ കണ്ടെത്തി അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ് നിങ്ങൾക്ക് വശമില്ലെങ്കിൽ അത് ആളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫറിങ് ആണ് രണ്ടാമത്തെ ഘട്ടം. ആദ്യത്തത് ഓഡിറ്റിങ്, എവിടെ ടൈം നിങ്ങളുടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ എനർജി മൊത്തം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണെന്ന് പഠിച്ചിട്ട് രണ്ടാമത്തേൽ ട്രാൻസ്ഫർ ചെയ്യുക. മൂന്നാമത്തതാണ് ഫില്ലിങ്. നമ്മുടെ ട്രാൻസ്ഫറിങ് ചെയ്യാൻ നേരത്തെ ഇപ്പം നമ്മളിപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള എന്നുള്ള അർത്ഥം. അതായത് വേറൊരാൾക്ക് നിങ്ങളത് ഏൽപ്പിച്ചു. അപ്പം എന്തായി, നിങ്ങളുടെ സമയം ഫ്രീ ആയി.
ഇനി ഈ ഫ്രീ ആയ ടൈമിനെ ഫില്ല് ചെയ്യണമല്ലോ, എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യണമല്ലോ. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. എന്ത് ചെയ്യും ഈ ഫ്രീ ടൈമിൽ? ഫ്രീ ടൈമിൽ സംരംഭകൻ ചെയ്യേണ്ടത് കൂടുതൽ തലവേദന എടുത്ത് തലയിൽ വെക്കല്ല, ചിന്തിക്കുക എന്നുള്ളതാണ്. തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് എങ്ങനെ വളർത്താം, ബിസിനസ്സിലേക്ക് എങ്ങനെ കൂടുതൽ ഇൻകം കൊണ്ടുവരാം, ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് നിലവിൽ ഇപ്പോൾ എന്തൊക്കെയാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കണമെങ്കിൽ. കാരണം ഈ ചിന്ത നിങ്ങളുടെ തലയിൽ മാത്രമേ പോകുള്ളൂ. കാരണം ബിസിനസ് വളർത്തുക എന്നുള്ളത്, നിങ്ങൾ എംപ്ലോയി ആയിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആ നിങ്ങൾ ആ ജോലി എടുക്കുന്ന ആ സ്ഥാപനത്തിനെ എങ്ങനെ 2 ഇരട്ടിയാക്കാം 3 ഇരട്ടിയാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ അത് പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നു, പോരുന്നു, മാസം സാലറി വഹിക്കുന്നു. ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലുള്ള എംപ്ലോയീസും അധിക പേരും. ഞാൻ പറഞ്ഞ ടോപ്പിലുള്ളവരല്ല, അധിക പേരും. അപ്പോൾ ഇത് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം. അവിടെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് ടൈം ഫില്ലിങ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം ഓഡിറ്റിംഗ് നടത്തുക, എന്നിട്ട് പറ്റാത്ത പരിപാടിയൊക്കെ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക, മൂന്നാമത്തേൽ ഫില്ലിങ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ടൈം ഫ്രീ ആക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ടൈം ഫ്രീ ആയി, ഇനിയാണ് വലുതാക്കുന്നതിനെ പറ്റിയും കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ ഒരു സിസ്റ്റം പോലെയായി, ചെറുതായിട്ടൊരു സിസ്റ്റമായി, കംപ്ലീറ്റ് ആയിട്ടില്ല, ചെറുതായിട്ടൊരു സിസ്റ്റം പോലെയായി. ഇനി നിങ്ങൾക്ക് അതിനെ വലുതാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ ആളുകളെ സപ്പോർട്ടിന് എടുത്താൽ മതി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ഫ്രീ ആക്കാതെ നിങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എടുക്കാൻ നേരത്ത് ഇത് മുഴുവൻ നിങ്ങൾ ചുമക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും ഇരട്ടി തലവേദനയാവും. അപ്പോൾ ആദ്യം ടൈം ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ശേഷമാണ് നിങ്ങൾ ബിസിനസ് വളർത്തുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ആദ്യം തന്നെ വളർത്താൻ നോക്കരുത്, അപ്പോൾ തലവേദന ഡബിളാവും. പ്രത്യേകമായിട്ട് ചെയ്യുക. ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ഇത് ഓഡിറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ ഫില്ല് ചെയ്യുക. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവും. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.